മോർണിംഗിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഫ്രഷ് ആക്കുന്ന ഒരു സ്മെല്ല് എന്താണെന്ന് അറിയാം, കോഫിയുടെ സ്മെല്ല്. ചോദിക്കാനുള്ള വലിയ പിള്ളേരായി, എന്നാലും നമുക്ക് നമ്മുടെ പിള്ളേർ എപ്പോഴും ചെറുതാണല്ലോ. കള്ളച്ചക്കൻ ഉറങ്ങി കാണിക്കുകയാണോ ഗുമ്മുനി? എന്തൊരു അവരിവന് ഓസ്കാർ കൊടുത്താലോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. നല്ല തണുപ്പുള്ള ഒരു മോർണിംഗ് ആണിത്. തണുപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ്നെസ്സും ഉണ്ട്. ആൻഡ് ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാൻ ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ടൈം എപ്പോഴാണ് കിട്ടുകയെന്ന്. സോ ഹിയർ വി ഗോ അഗൈൻ, വൺസ് അഗൈൻ വെൽക്കം ടു മൈ മോർണിംഗ് വ്ലോഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ആര്യൻകുട്ടന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കൂടെ കുക്ക് ചെയ്തെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. ഈ ഫ്രൈഡ് റൈസ് റെസിപ്പി ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ മോർണിംഗ് വ്ലോഗിൽ അവൻ്റെ ലഞ്ചിൽ കാണിച്ചതാണ്, സ്കൂൾ ലഞ്ചിൽ. അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. ടോട്ട്ലേഴ്സിൻ്റെ റെസിപ്പിയാണ്, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ പെട്ടെന്ന് ആ റൈസ് വെക്കട്ടെ. അതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് നിങ്ങൾക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരിയുടെ വെള്ളം അത്രയേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പിടും ഞാൻ. മോർണിംഗിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഫ്രഷ് ആക്കുന്ന ഒരു സ്മെല്ല് എന്താണെന്നറിയാം, കോഫിയുടെ സ്മെല്ല്. ഈ കോഫിയുടെ ബോട്ടിൽ ഇങ്ങനെ തുറന്നിട്ട് ഞാൻ കുറച്ചേരം ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നിൽക്കും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റിഫ്രഷിംഗ് ആണത് എപ്പോഴും. Sunsets in Boston, kissing yellow concrete. We watched all of them together until we could. ആര്യൻകുട്ടൻ ഇന്ന് ഹോളിഡേ ആണ് കേട്ടോ. ഞാൻ അവന് പ്രോമിസ് ചെയ്തിരുന്നു, ഇന്ന് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അവൻ്റെ ഫേവറേറ്റ് പ്ലേ ഏരിയയിൽ ഞാൻ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ അവൻ അപ്പുറത്തെ റൂമിൽ ഉറങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് ആര്യൻകുട്ടൻ്റെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം, എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേന്ന്. ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് വെക്കും കേട്ടോ അവന്. ഇൻ കേസ് കളിച്ച് വൃത്തികേടായി പോയാൽ നമുക്ക് മാറാനുള്ള ഡ്രസ്സ് വേണ്ടേ. ആര്യൻകുട്ടൻ്റെ കൂടെയുള്ള പ്ലേ ഡേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ അതുപോലെ എക്സോസ്റ്റിംഗ് ആണ്, പ്രത്യേകിച്ച് പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത്. ഇങ്ങനത്തെ ദിവസങ്ങളിൽ നല്ല കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഈ പീരീഡ്സിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് ഭയങ്കര ലൈഫ് സേവർ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഐ ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് ദി അസാ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റി ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ്സ് ബീൻ എ ഗെയിം ചേഞ്ചർ ഫോർ മീ.
ഇത് 360 ഡിഗ്രി കവറേജ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഹെവി ഫ്ലോ ഡേയ്സിലായാലും ലീക്സിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഇതിലുള്ള അൾട്രാ അബ്സോർബൻ കോർ ഉണ്ടല്ലോ, അവേഴ്സോളം എന്നെ നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി റാഷ് ഫ്രീ ആണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഓടി നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. ലീക്കിനെ കുറിച്ചിട്ടും ഡിസ്കംഫർട്ടിനെ കുറിച്ചിട്ടും ഒന്നും വറി ചെയ്യാണ്ട് ആര്യൻകുട്ടന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് ഓഫ് മൈൻഡ് എനിക്ക് തരുന്നത് അജയുടെ ഈ ഡിസ്പോസിബിൾ സ്പിരിറ്റ് പാൻറ്റി ആണ് കേട്ടോ. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ആര്യൻകുട്ടനും എനിക്കുള്ള വാട്ടർ ബോട്ടിൽ, ആര്യൻകുട്ടന് കളിക്കുമ്പോൾ ഇടാനുള്ള ഒരു സോക്സ്, പിന്നെ ഇത് അജയുടെ ഹീറ്റിംഗ് പാച്ച് ആണ് കേട്ടോ. എന്തെങ്കിലും വേദന വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വെക്കുകയാണ്. പിന്നെ ആര്യൻകുട്ടന് വേണ്ടിയിട്ട് 1-2 സ്നാക്സ്, വിശന്നാൽ ഇൻ കേസ് കൊടുക്കാമല്ലോ. ഫ്രൈഡ് റൈസിനുള്ള വെജീസൊക്കെ ഞാൻ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് രാവിലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്. ഞാൻ ഇതിൻ്റെ ക്ലോസ് ഒന്ന് കാണിച്ചു തരാം. കോളിഫ്ലവർ ഉണ്ട്, ബ്രോക്കലി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്. അതെല്ലാം ഇങ്ങനെ കുനുകുന അരിയണം കേട്ടോ. ബട്ടർ അല്ലെങ്കിൽ നെയ്യിലുണ്ടാക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നെയ്യിലുണ്ടാക്കാനാണ്. ജസ്റ്റ് 1 സ്പൂൺ നെയ്യ്, 1.5 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെജീസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ആര്യൻകുട്ടന് പ്രത്യേകിച്ച് നല്ലോണം വേവണം, എന്നാലേ കഴിക്കുള്ളൂ. കുറച്ച് ഉപ്പ് ഈ വെജീസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ വെജീസ് ഒന്നിങ്ങനെ വാടി വരുമ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാ പിള്ളേർക്കും ഡിഫറെൻറ്റ് പാകമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് കണ്ടാൽ അറിയാമല്ലോ കുഞ്ഞ് കഴിക്കുന്ന പാകമായോ എന്ന് നോക്കിയിട്ട് റൈസ് ഇടാം. എന്നിട്ട് ഇതേ ഈ റൈസ് ആയത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം പച്ചക്കറി ഇനഫ് വെന്തിട്ടുണ്ട്. ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നെ റൈസ് ഇടുമ്പം ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആര്യൻകുട്ടന് അത്ര ഡ്രൈ ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. ഇനി നമുക്കതിൻ്റെ ഉപ്പ് നോക്കാം. ഇത്രയേ ഉള്ളൂ, വലിയ സംഭവം ഫ്രൈഡ് റൈസ് പണിയൊന്നുമല്ല. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഓക്കെ അല്ലേ? നാവിനൊരു മുറിവുണ്ട്. ഉപ്പ് വേണോ? സോയ ഒഴിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ എഗ്ഗ് ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊരു വെജ് ഫ്രൈഡ് റൈസ് ആണ്. ലാസ്റ്റ് കുറച്ച് സോയാ സോസ്, 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്ക്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അധികം ഒഴിക്കുന്നത് ഇഷ്ടമല്ല. ഇനി ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോയ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുക ഫ്രൈഡ് റൈസിൻ്റെ. ഇനി നമുക്ക് ചൂടോടെ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കാം, കാരണം ഇതിൽ ചൂടോടെ നിൽക്കും. എത്ര എളുപ്പത്തിൽ ലഞ്ച് റെഡി. ആര്യൻകുട്ടൻ്റെ ലഞ്ച് റെഡി. ഇനി നല്ല വിശപ്പ് തുടങ്ങി, കാരണം എണീറ്റിട്ട് കുറച്ച് നേരമായി. അപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആക്കട്ടെ. ഒന്നുമില്ല, ഓട്സാണ് രാവിലെ എണീറ്റാൽ കഴിക്കുക. കുറച്ച് എഗ്ഗ് പുഴുങ്ങി കഴിക്കും. അപ്പം അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കാം. We watched all of them together until we couldn't go to sleep. Wish it lasted forever. ഗോപുവിൻ്റെത് ഗോപു ജിമ്മിൽ പോയി വന്നിട്ട് കഴിക്കും. ഞാനിത് ഇപ്പോൾ കഴിക്കാൻ പോവാണ്, കാരണം ഇന്നിപ്പോൾ ഞാൻ ജിമ്മ് പോകുന്നില്ല, ക്യാൻസൽ ചെയ്തിരിക്കുക. നാളെ തൊട്ട് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. We couldn't stand tall under the fire. Somewhere I can see. ഇതെൻ്റെ ഓട്ട് മിൽക്കാണ്. ആക്ച്വലി ഞാൻ ആൽമണ്ട് മിൽക്കും ഓട്ട് മിൽക്കും മാറി മാറി യൂസ് ചെയ്യും. നമ്മുടെ പശുമ്പാൽ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ ട്രെയിനർ പറഞ്ഞു. മിൽക്കേ ഒഴിക്കരുത് എന്നാണ് പറഞ്ഞേ. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് എന്നാൽ പിന്നെ എനിക്ക് എന്തേലും വേണം, കാരണം എനിക്ക് ഇതിനൊക്കെ നന്നായിട്ട് കഴിച്ച് ശീലിച്ചിട്ടേ
ഉപ്പിട്ട ഓട്സ് ഒന്നും രാവിലെ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല സർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ ആൽമണ്ട് മിൽക്ക് ഓട്ട് മിൽക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. ഓക്കെ ഇറ്റ്സ് ഓക്കെ അതെങ്കിൽ അത്. ഇനി ആക്ച്വലി ഇതിലേക്ക് ഹണി ഒഴിക്കണം. എൻ്റെ ഹണി തീർന്നു പോയത് കൊണ്ട് ഞാൻ കുറച്ച് ജാഗറി പൗഡർ ഇടുന്നുണ്ട്. ഹണിയാണ് ഒഴിക്കേണ്ടത്. മധുരമുള്ള ഇഷ്ടമുള്ളവർക്ക്, ഇല്ലെങ്കിൽ ഒന്നും ഒഴിക്കണ്ട. ഒരു റോബസ്റ്റ ഫ്രൂട്ട് ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടോ. ഇനി എൻ്റെ സീഡ് മിക്സും കൂടി ഞാൻ ഇതിലിടുകയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ക്രഞ്ചി ഫീൽ ഉണ്ടാവും. പിന്നെ ഇതിൽ പംകിൻ സീഡ്, അതുപോലെ ചിയ സീഡ് എല്ലാം ഉണ്ട്, വാട്ടർമെലൺ സീഡ്. But it faded away. I was wrong, you were right. We couldn't stand tall under the fire. Somewhere I can see the sun. അഗ്ഗി വന്നോ? നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടോ അമ്മ? ഏടെ കള്ളറ്റക്ക ഗുഡ് മോർണിംഗ്. അങ്ങനെ വലിച്ചിട്ടോ ഗുമ്മൊരു മോർണിംഗ് ആയോ കുഞ്ഞിന്? വാ നമുക്ക് ടി വി റൂം ഒന്ന് കഴിക്കാം. വാ കുപ്പിപ്പാല് അല്ല, ടി വി റൂമിൽ ഇരുന്നിട്ട്. ഗുഡ് മോർണിംഗ്. എടാ കള്ളച്ചക്കൻ ഉറങ്ങി കാണിക്കുകയാണോ? ഗുഡ് മോർണിംഗ്. എന്തൊരു അവന് ഇവന് ഓസ്കാർ കൊടുത്താലോ? എന്താ അഭിനയാടാ നീ കള്ളച്ചക്ക? എണീറ്റോ വാ. അപ്പൊ അതേ എൻ്റെ പുത്രൻ എണീറ്റിട്ടുണ്ട്. കറക്റ്റ് സമയം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയാ അമ്മേന്നൊരു വിളി. ഇന്ന് സ്കൂളില്ല അല്ലേ? ഇന്ന് എന്താ പരിപാടി? ഇതൊക്കെ തന്നെ പരിപാടി. കുറെ ചോക്ലേറ്റ് ഒഴിക്കുക, കുറെ ടി വി കാണുക, കുറെ കളിക്കാൻ പോകണമെന്ന് പറയുക. ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും എൻ്റെ പരിപാടി. അപ്പൊ എന്തായാലും ഗേൾസ് ബാക്കി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, തിരക്ക് പിടിച്ച്. എന്തായാലും ഇപ്പൊ ആരും കൂട്ടിന് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മള് അവൻ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നാപ്പിന്റെ സമയം നോക്കിയിട്ടൊക്കെ എന്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം പുറത്ത് പോകും അല്ലേ? നമ്മൾ കളിക്കാറില്ലേ? അപ്പൊ എന്തായാലും 2025 തുടക്കമാണ്. നല്ലൊരു വർഷമാവട്ടെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക, നല്ലൊരു വർഷമാവാൻ വേണ്ടിയിട്ട്. വ്ളോഗ് കണ്ടതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണറിയാന്ന് പറയില്ലേ, അങ്ങനെ വരും. കാരണം നമ്മള് ഈ രാവിലേക്ക് എണീറ്റിട്ട് എനിക്ക് അറിയോലുമില്ല നിങ്ങൾക്കിത് ഇഷ്ടാവോ ഇല്ലയോ, ഇങ്ങനത്തെ വ്ളോഗ്സ് നിങ്ങൾ കാണുന്നത് കുറവാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ എല്ലാവരും കാണുന്നുണ്ട്, നമ്മളെ വീഡിയോ ട്രെൻഡിങ്ങിലൊക്കെ വരുന്ന കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് കൊണ്ട് മാത്രമാണ്. താങ്ക് യു സോ മച്ച്. 2025 നമുക്കൊരു ബ്യൂട്ടിഫുൾ ഇയർ ആവട്ടെ. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന പോലെ ഈ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതല്ല. ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഒരു പേരുണ്ട്. നമ്മുടെ വീഡിയോ എടുക്കുന്നത് സ്റ്റോറി ടെല്ലർ എന്നാണ്. ഇൻസ്റ്റാഗ്രാമിലെ പേര് ഷൈനാണ്. ഷൈൻ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അരിമുട്ടന്റെ പ്രായമായിട്ടുണ്ട്. അപ്പൊ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കായിരുന്നു ജോയിൻ ചെയ്തത്. അവന്റെ 4th ബർത്ത്ഡേ ആവാൻ പോകുന്നു. സോ ഹീസ് ഫാമിലി ഇപ്പോൾ. അപ്പൊ അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ വ്ളോഗ് എല്ലാം അവൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ആള് തിരക്കാരനും ബിസി ആകുമ്പോൾ ഞാൻ തന്നെ ഒപ്പിക്കുന്നതാണ് വേറെ പലതൊക്കെ. അപ്പൊ എന്തായാലും ന്യൂ ഇയർ ഷൈൻമോൻ നിനക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. നല്ല വർഷമാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയേഴ്സ്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഉമ്മ. നല്ല സ്ഥലത്ത് ഫോട്ടോ എടുക്കാം.